ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖാണോ? എന്തൊക്കെയുണ്ട് വിശേഷം? പീപ്പിൾസ് ആർ ആസ് ഹാപ്പി ആസ് ദേ മേക്ക് അപ്പ് ദെയർ മൈൻഡ് ടു ബി. എബ്രഹാം ലിങ്കന്റെ കോട്ടാണ്. നമ്മൾ നമ്മുടെ മൈൻഡ് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നോ അതിനനുസരിച്ചിരിക്കും നമ്മൾ ഹാപ്പി ആവുന്നു എന്നുള്ളത് അല്ലേ? അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന വിശ്വാസത്തിൽ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നും നമ്മുടെ ന്യൂ ബോൺ കെയർ ടിപ്സിന്റെ കണ്ടിന്യൂഷൻ ആണ്. കാര്യം ഇതെന്ന് പറയുന്ന ഒരു വാസ്റ്റ് ടോപ്പിക്കാണ്, ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ കഴിഞ്ഞ ആഴ്ചയിൽ ഡിസ്കസ് ചെയ്തതിന്റെ ബാലൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആദ്യം പറയേണ്ടത് ഐ കെയറിനെ കുറിച്ചാണ്. കുഞ്ഞുങ്ങളുടെ കണ്ണ് നമുക്ക് എങ്ങനെ സംരക്ഷിക്കാമെന്നുള്ളത്. ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഐ ഓയിൻമെന്റ്സ് ഒന്നും തരാറില്ല, പ്രത്യേകിച്ച് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുഞ്ഞിന് ഇങ്ങനെ കണ്ണിൽ ചിലപ്പോൾ പീള കെട്ടിയിരിക്കാറുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ പാട പോലൊക്കെ കാണപ്പെടാറുണ്ട്. അത് നമുക്ക് എങ്ങനെ ക്ലീൻ ചെയ്യാം? നമ്മൾ നല്ല വൃത്തിയുള്ള കോട്ടൺ ബോൾസ് നമുക്ക് സ്റ്റെറൈൽ ആയിട്ടുള്ളത് വാങ്ങിക്കാൻ കിട്ടും. അത് വാങ്ങുക. കൈ നന്നായിട്ട് വൃത്തിയായി കഴുകിയതിന് ശേഷം നമ്മൾ ഒരു കോട്ടൺ ബോൾ എടുക്കുക. ഈ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങനെ വൈപ്പ് ചെയ്യുക ആദ്യം. അതിനെ ഒന്ന് ജസ്റ്റ് ചെറിയ വാം വാട്ടറിൽ നമ്മൾ ഡിപ്പ് ചെയ്ത് സ്ക്വീസ് ചെയ്തിട്ട് ഇന്നർ കോർണർ ടു ഔട്ടർ, അകത്തുനിന്ന് പുറത്തേക്ക് ഒറ്റ സ്ട്രോക്ക്, അങ്ങനെ സ്ട്രോക്ക് ചെയ്യുക. ഇത് കളയുക. അടുത്തൊരു കോട്ടൺ ബോൾ എടുക്കുക. സെയിം നമ്മൾ വാം വാട്ടറിൽ ഡിപ്പ് ചെയ്യുക. അതിനെ നമ്മൾ സ്ക്യൂസ് ചെയ്യുക. അതിന്റെ താഴത്തെ കോർണർ ക്ലീൻ ചെയ്യുക. 4 കോട്ടൺ സ്വാബ് നമുക്ക് ആവശ്യമായിട്ട് വരും 2 കണ്ണും ക്ലീൻ ചെയ്യാൻ. ഇങ്ങനെ ക്ലീൻ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അല്ല നമുക്ക് വേറെ എന്തെങ്കിലും മരുന്നിടുവോ വേറെ എന്തെങ്കിലും സാധനങ്ങൾ ഉപയോഗിച്ച് വാഷ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത്രയേ ഉള്ളൂ നമുക്ക് ന്യൂ ബോൺസിന്റെ ഐ കെയറിനെ പറ്റി പറയാനായിട്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് ഷവറിനെ പറ്റി പറയാം. കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഇളം ചൂടുവെള്ളത്തിലാണ് കുളിപ്പിക്കുന്നത് അല്ലേ? പിന്നെ ഇപ്പൊ നമുക്ക് ഈ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ ഓയിലൊക്കെ ഇട്ട് ഇങ്ങനെ തേച്ച് മിനുക്കി എക്സസൈസ് ഒക്കെ കൊടുത്ത് ചെയ്യിക്കുന്നുണ്ട്. അതിന്റെ എക്സ്ട്രീം ലെവലിലേക്കൊന്നും പോകേണ്ടതായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് പക്ഷെ ജസ്റ്റ് ഒരു ഹോട്ട് ഓയിൽ ഒക്കെ യൂസ് ചെയ്ത് കുഞ്ഞിന്റെ സ്കിന്നൊക്കെ നന്നായിട്ടൊന്ന് ജസ്റ്റ് ചെറുതായിട്ട് ഇങ്ങനെ റഫായിട്ട് തേച്ച് പിടിപ്പിക്കണമെന്നല്ല, നമുക്ക് ജസ്റ്റ് ഒരു കുഞ്ഞ് മസാജ് ഒക്കെ കൊടുത്ത് ചെറിയ മൂവ്മെന്റ്സ് ഒക്കെ കൊടുത്ത് നമുക്ക് കുഞ്ഞിനെ വാം വാട്ടറിൽ കുളിപ്പിച്ചെടുക്കും. അത് കുഞ്ഞിന് ഒരു റിലാക്സേഷൻ ആണ്. കുഞ്ഞിന്റെ സർക്കുലേഷൻ ഒക്കെ കൂടുകയും ചെയ്യും. അല്ലാതെ ഭയങ്കര വിഗറസ് ആയിട്ട് കുഞ്ഞിനെ ഇട്ട് കഷ്ടപ്പെടുത്തി കുളിപ്പിക്കുന്നതിനോടൊന്നും എനിക്കും യോജിപ്പില്ല. പിന്നെ നമ്മൾ ഫേസും ഒക്കെ അതുപോലെ അതേ സമയത്ത് തന്നെ നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്യുക. നമ്മൾ മൈൽഡ് സോപ്പ് യൂസ് ചെയ്യുക. ഇന്ന സോപ്പ് അങ്ങനെയൊന്നും പറയാൻ എനിക്ക് അറിയില്ല. നമുക്ക് ബ്രാൻഡഡ് ആയിട്ടുള്ള കുറേ സോപ്പുകൾ ഇപ്പൊ അവൈലബിൾ ആണ്. നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ കുഞ്ഞിന് ഓക്കെ ആയിട്ടുള്ള ഏതെങ്കിലും സോപ്പുകൾ യൂസ് ചെയ്യുക. എന്നിട്ട് കുഞ്ഞിനെ ജസ്റ്റ് നന്നായിട്ട് ഫേസും പുറവും ഒക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് കൊടുക്കുക. അതുപോലെ എണ്ണയുടെ കാര്യത്തിലാണെങ്കിൽ എനിക്ക് സ്പെസിഫിക് ആയിട്ടൊന്നും പറയാനില്ല. നമുക്ക് ആട്ടിയ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അത് തന്നെ ആയിരിക്കും തോന്നുന്നത് ഏറ്റവും നല്ലത്. അപ്പൊ അത് നന്നായിട്ട് തേച്ച് ജസ്റ്റ് മസാജ് ചെയ്ത് ഒരു 5 മിനിറ്റ് എല്ലാം കിടത്തിയിട്ട് നമ്മൾ ചെറിയ ഇളം ചൂടുവെള്ളത്തിൽ കുഞ്ഞിനെ മൈൽഡ് സോപ്പ് ഉപയോഗിച്ച് കുളിപ്പിക്കുക. ഇനി സ്കാൽപ് കെയർ. ഇപ്പൊ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് ടൈപ്പ് ബേബി ഷാംപൂസ് ഒക്കെ കിട്ടാറുണ്ട് അല്ലേ? അങ്ങനെ ഷാംപൂസ് ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ തന്നെ ഒരാഴ്ച മാക്സിമം 3 ടൈംസ്, അല്ലാതെ എല്ലാ ദിവസവും ഒന്നും കുഞ്ഞിന്റെ തലയിൽ മൈൽഡ് ഷാംപൂ ആണെങ്കിൽ പോലും അപ്ലൈ ചെയ്യുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. മാക്സിമം 3 ടൈംസ് ഒക്കെ യൂസ് ചെയ്താൽ മതി. അതല്ല വീക്ക്ലി വൺസ് യൂസ് ചെയ്യുന്നവരാണെങ്കിലും പ്രശ്നമില്ല. പിന്നെ അതുപോലെ നമുക്ക് മൈൽഡ് ബ്രഷുകൾ കിട്ടും, സോഫ്റ്റ് ബ്രഷുകൾ. അത് യൂസ് ചെയ്തിട്ട് നമുക്ക് സ്കാൽപ്പ് ഇങ്ങനെ മെല്ലെ റബ്ബ് ചെയ്ത് കൊടുക്കുക. റഫായിട്ടല്ല, വളരെ ജെന്റിലായിട്ട് നമുക്ക് റബ്ബ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഈ വെർണിക് ആസിഡ്സ് ഇങ്ങനെ തലയിൽ ഇങ്ങനെ അഴുക്ക് പോലെ കാണപ്പെടത്തില്ല, അതൊക്കെ പെട്ടെന്ന് തന്നെ പോകാനായിട്ട് സഹായിക്കും. നമ്മുടെ നാട്ടിലൊന്നും പക്ഷെ ആരും അങ്ങനെ യൂസ് ചെയ്യാറില്ല. ന്യൂ ജനറേഷനിലുള്ള ആൾക്കാരൊക്കെ മാത്രമേ ഇങ്ങനെ ജെന്റിൽ ബ്രഷ് ഒക്കെ യൂസ് ചെയ്ത് സ്കാൽപ്പ് ഒക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാറുള്ളൂ. അടുത്തതായി അംബിലിക്കൽ കോഡിന്റെ കെയർ നോക്കാം. അതായത് നമ്മുടെ പൊക്കിൾ കൊടിയുടെ കെയർ. ഇപ്പൊ നമുക്ക് പ്രത്യേകിച്ച് ഡോക്ടേഴ്സ് അങ്ങനെ ക്രീമോ സാധനങ്ങളോ ഒന്നും തന്നിട്ടില്ല അംബിലിക്കൽ കോഡിൽ പുരട്ടാനെങ്കിൽ. ഈ പൗഡർ പോലുള്ള സാധനങ്ങളൊക്കെ അംബിലിക്കൽ കോഡിൽ പുരട്ടുന്ന ചില ശീലങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ ഒന്നും ഒരാവശ്യവും ഇല്ല. നമ്മൾ കുളിപ്പിച്ച് കഴിഞ്ഞ് ക്ലീൻ ആയിട്ടുള്ള ഒരു ഡ്രൈ കോട്ടൺ ക്ലോത്ത് എടുക്കുക, അല്ലെങ്കിൽ കോട്ടൺ ബോൾ എടുക്കുക. അത് ഉപയോഗിച്ച് ജസ്റ്റ് വെറ്റായിട്ടുള്ള വെള്ളം ഒന്ന് ഒപ്പിയെടുക്കുക. അത് കഴിയുമ്പോഴത്തേന് ഓക്കെ, ഫിനിഷ്. പ്രത്യേകിച്ച് അതിനകത്ത് വേറെ ഒരു സാധനം അപ്ലൈ ചെയ്യേണ്ടതായിട്ട് ഇല്ല. അത് തന്നെ അങ്ങ് പൊഴിഞ്ഞു പൊക്കോളും. ഇനി അഥവാ അതിനകത്ത് നിന്ന് എന്തെങ്കിലും ഡിസ്ചാർജ്, സ്മെല്ലി ഡിസ്ചാർജ് വരുന്നുണ്ട്, അല്ലെങ്കിൽ പഴുപ്പ് പോലെ പസ്സായിട്ട് വരുന്നുണ്ട്, അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം എന്തെങ്കിലും ക്രീംസ് അപ്ലൈ ചെയ്യണമെങ്കിൽ ചെയ്യുക. അതല്ലാതെ എക്സ്ട്രാ അതിന് വേണ്ടിയിട്ട് പുറത്തുനിന്ന് ഒരു സാധനം അപ്ലൈ ചെയ്യേണ്ടതായിട്ടില്ല. ഇനി ചെറിയൊരു ബ്ലഡ് സ്റ്റെയിൻ ഒക്കെ ചിലപ്പോൾ നമ്മൾ കുളിപ്പിച്ച് കഴിഞ്ഞ് ഇങ്ങനെ ഒപ്പുമ്പോൾ കാണും. അതാണെങ്കിൽ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. ഇങ്ങനെ ആക്റ്റീവ് ബ്ലീഡിംഗ് ആയിട്ട് വരുവാണെങ്കിൽ നമ്മൾ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.